ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ഇന്ന് ഈസ്റ്റർ. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിവസമാണ് ഈസ്റ്റർ അഥവാ ഉയർപ്പ് തിരുനാൾ. പ്രത്യാശയുടെ കിരണങ്ങൾ ഓരോ ഹൃദയത്തിലും ഉദിച്ചു പൊങ്ങുന്ന ദിവസമാണ് ഈസ്റ്റർ. പീഡാസഹനത്തിനും കുരിശുമരണത്തിനും ശേഷം യേശുവിൻ്റെ വാക്ക് നിറവേറാൻ കാത്തിരിക്കുന്നവർക്ക് പുനരുദ്ധാനത്തിലൂടെ പ്രതീക്ഷയുടെ പുതിയ കിരണങ്ങൾ പങ്കുചേരുന്ന ദിവസം കൂടിയാണ് ഈസ്റ്റർ. 50 ദിവസത്തെ നോമ്പിനും ഒരുക്കത്തിനും ശേഷം ഓരോ മനസ്സിലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ് യേശു. മനുഷ്യമക്കളുടെ പാപങ്ങൾ സ്വന്തം ചുമലിലേറ്റി അതിനായി കുരിശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതിൻ്റെ പുണ്യദിനം. ഈസ്റ്ററിൻ്റെ പ്രത്യാശ നിറഞ്ഞ പുലരിക്ക് നട്ടുച്ചയ്ക്ക് സൂര്യൻ ഇരുണ്ടുപോയ ഒരു ദുഃഖവെള്ളിയുടെ മധ്യാഹ്നമുണ്ട്. എന്നാൽ മനുഷ്യപുത്രൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ആഹ്ലാദം പങ്കിടുന്ന ഈസ്റ്റർ ദിന ആരവങ്ങളുടെ ഇടയിൽ എൻ്റെ ദൈവമേ നീ എന്തിന് എന്നെ കൈവിട്ടു എന്ന് കരഞ്ഞു കടന്നുപോയ ദുഃഖവെള്ളിയെ നാം പലപ്പോഴും മറന്നുപോകുന്നു. എന്നാൽ ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഈസ്റ്റർ നമുക്കായി വെളിപ്പെടുത്തുന്നത് ലളിതമായ ഒരു സത്യമാണ്. രാത്രിയില്ലാതെ ഒരു പ്രഭാതമില്ല. ദുഃഖവെള്ളിയെ തുടർന്നാണ് ഈസ്റ്റർ. കുരിശില്ലാതെ കിരീടമില്ല. ഈസ്റ്റർ നമുക്കായി ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു ലളിത സത്യം കൂടിയുണ്ട്. അതായത് തിന്മയ്ക്കുമേൽ അവസാന ജയം നന്മയ്ക്ക് മാത്രമാണ്. പ്രവൃത്തിയിലും വാക്കിലും മനോഭാവത്തിലും ഒരു തെറ്റും ചെയ്യാത്തവനായിരുന്നു യേശു. എന്നാൽ മതമേൽ അധ്യക്ഷന്മാരും ഭരണകൂടവും അവനെതിരായിരുന്നു. അതിനാൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവനെ അവർ ക്രൂശിച്ചു കൊന്നു. അസത്യവും തിന്മയും ജയിച്ചുവെന്ന് എല്ലാവരും കരുതിയിരുന്ന നിമിഷം. പക്ഷേ ആഴ്ചവട്ടത്തിലെ 1-ാം നാൾ യേശു മരണത്തെ തോൽപ്പിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. തിന്മയ്ക്ക് താൽക്കാലിക ജയം മാത്രം. അവസാനമായി ജയിക്കുന്നത് സത്യവും നന്മയും മാത്രം. ആമേൻ.